ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസിൻ്റെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആണ്. നമ്മൾ പറഞ്ഞു അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി എവരി പാർട്ടിക്കിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/p. അപ്പോൾ അത് അദ്ദേഹം ഒരു ഹൈപ്പോത്തിസിസ് ആയി പറഞ്ഞതാണ്. നമ്മുടെ ഫോട്ടോണിൻ്റെ കാര്യത്തെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് ഇങ്ങനെ ഉണ്ടാവുമെന്ന് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഉണ്ടെന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു വേവ്, അതായത് നമുക്ക് ഇലക്ട്രോണോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കിളുകളുമായിട്ട് എന്ത് ചെയ്യണം, ഈ ലാംഡ എന്ന വേവ് ലെങ്ത് ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലൊരു എക്സ്പെരിമെൻറ്റ് വേണം. അങ്ങനത്തെ എക്സ്പെരിമെൻ്റാണ് എന്ത്, നമ്മളിപ്പോൾ വേവ് നാച്ചറുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റുകളാണ് ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്, അതുപോലെ ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റ് ഒക്കെ. അപ്പോൾ ഡൈഫ്രാക്ഷനും ഇൻ്റർഫറൻസും ഒരു പാർട്ടിക്കിൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം, ആ പാർട്ടിക്കിളിന് വേവ് നാച്ചർ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇൻ്റർഫറൻസിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്നൊക്കെ ഇൻ്റർഫറൻസ് നമ്മൾ മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഫ്രിഞ്ചിൻ്റെ രണ്ട് ഫ്രിഞ്ചുകൾ തമ്മിൽ നമ്മൾ ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ എന്ത് കിട്ടും, ഇങ്ങനെ എന്ത് കിട്ടും, ഇൻറ്റൻസിറ്റി ഇങ്ങനെ എന്തായി നിൽക്കും, മാക്സിമം ഉണ്ടാവും, പിന്നെ മിനിമം ഉണ്ടാവും, പിന്നെ മാക്സിമം ഉണ്ടാവും, അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടും സ്ക്രീനിൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള രണ്ട് ഇൻ്റർഫറൻസ് മാക്സിമം തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക, സ്പേസിംഗ് എന്ന് വിളിക്കുക. ആ സ്പേസിങ് Δy ഈസ് ഈക്വൽ ടു ലാംഡ d/d ആണ്. വേർ d ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം സ്ലിറ്റ് ടു സ്ക്രീൻ. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ സ്ലിറ്റിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം, സ്മോൾ d എന്ന് പറഞ്ഞാൽ സ്ലിറ്റുകൾ തമ്മിലുള്ള അകലം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേണിലെ സ്പേസിങ്ങിനുള്ള എക്സ്പ്രഷനാണിത്. ഒരു മാക്സിമത്തിൽ നിന്ന് അടുത്ത മാക്സിമത്തിലേക്കുള്ള ദൂരം, അതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ പ്രകാരം നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ നേരത്തെ മുമ്പ് ഒരു എക്സാമ്പിൾ ചെയ്തിരുന്നു. ആ എക്സാമ്പിളിൽ വലിയ നമ്മൾ മാക്രോസ്കോപ്പിക്കായ ഒബ്ജക്റ്റൊക്കെ ചെയ്ത ഒബ്ജക്റ്റിൻ്റെയൊക്കെ വേവ് ലെങ്ത് കണ്ടെത്തിയ സമയത്ത് അത് 10⁻39 എന്നുള്ള ഓർഡറിലൊക്കെ 10⁻39 മീറ്ററൊക്കെ കിട്ടിയത്, അല്ലെങ്കിൽ 10⁻20 അങ്ങനെയൊക്കെ വളരെ ചെറുത്. 10⁻20 എന്ന് പറഞ്ഞാൽ എന്താ, 1/10⁻20 ആണ്. ഒന്നിനെ എത്ര കൊണ്ടായിരിക്കണം, ഒന്നിന് ശേഷം 20 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ സംഖ്യ 10⁻20. 10⁻39 ഒന്നിന് ശേഷം 39 പൂജ്യങ്ങളുള്ള സംഖ്യയായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും ചെറിയ സംഖ്യ, അതാണെന്ത് 10⁻39. അതായത് ആ വേവ് ലെങ്ത്തുകളൊക്കെ വളരെ ചെറുതാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ വലിയ മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പേസിങ് നമ്മൾ ലാംഡ d/d എന്ന എക്സ്പ്രഷനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ ലാംഡ മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിൽ കിട്ടിയ 10⁻39 എന്നുള്ള ഓർഡറിലുള്ള ലാംഡ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോട്ടബിളായിട്ടുള്ള ഒരു ഫ്രിഞ്ച് സെപ്പറേഷൻ കിട്ടണമെങ്കിൽ, അതായത് രണ്ട് ഫ്രിഞ്ചുകൾക്കിടയിലുള്ള സെപ്പറേഷൻ കിട്ടണമെങ്കിൽ ഇതിവിടെ 10⁻39 അല്ലേ. അപ്പോൾ ഈ 10⁻39 ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ d വളരെ വലിയത് കൊടുക്കേണ്ടി വരും. ഈ സ്മോൾ d വളരെ ചെറുതാക്കേണ്ടി വരും. അതായത് നമ്മുടെ ഇതുണ്ടല്ലോ, ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള അകലം വളരെ കുറക്കേണ്ടി വരും. ഇവിടെ ഇവിടെ ആണെങ്കിൽ സ്ക്രീന് വളരെ ദൂരത്താക്കേണ്ടി വരും നമ്മൾ മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ. എന്നാൽ ഈ 10⁻⁻9 എന്തുകൊണ്ടാണ്, ഇവിടെ ലാംഡ അത്രയും ചെറുതായതുകൊണ്ട്. അതുകൊണ്ട് അത്തരം ഒരു എന്തുകൊണ്ട് നമ്മുടെ എക്സ്പെരിമെൻ്റ് ഒന്നും നടക്കില്ല. അത്രയും ഒരു എക്സ്ട്രീം കണ്ടീഷനിലെ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻ്റ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിൻ്റെ ഇൻ്റർഫറൻസ് ഒന്നും അങ്ങനെ ഒബ്സർവ് ചെയ്യില്ല. നമുക്കിപ്പോൾ വേവ് ബിഹേവിയർ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യണം. അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റുമായിട്ടൊക്കെ ഡീൽ ചെയ്യണം. മറ്റേതിൻ്റെ വേവ് ലെങ്ത്ത് വളരെ ചെറുതായതുകൊണ്ട് ആ പാർട്ടിക്കിളിൻ്റെ സൈസുമായിട്ട് ഒരു നിലക്കും കമ്പയറബിൾ അല്ലാത്തത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എക്സ്പെരിമെൻ്റൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. അത്തരം എക്സ്പെരിമെൻ്റൽ കണ്ടീഷനൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ദർ ഈസ് നോ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഡൺ ടു റിവീൽ ദ വേവ് നാച്ചർ ഓഫ് മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് ഓർ ലബോറട്ടറി സൈസ്ഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിൻ്റെ വേവ് നാച്ചർ റിവീൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.
കാരണം അതൊരു എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുകൊണ്ട് ഇനി നമ്മൾ പോകുന്നത് മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുകളുടെ വേവ് നേച്ചർ റിവീൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുകളാണ്. അതാണ് ആദ്യം നമ്മൾ പറയുന്ന പാർട്ടിക്കിൾ ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിനെ കൊണ്ട് നമ്മൾ ഡിഫ്രാക്ഷൻ നടക്കും. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വെച്ച് എന്ത് ചെയ്യും, നമ്മൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിലൂടെ പാസ് ചെയ്താൽ നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും ഇല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് ഗ്രേറ്റിങ്ങിലൂടെ വെച്ചു. ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈൻസ് ഇങ്ങനെ റൂൾ ചെയ്താൽ ഒരുപാട് സ്ലിറ്റുകൾ ഉള്ള ഒരു ഇതാണ്. ആ സ്ലിറ്റൊന്നും നമ്മൾ കാണൂല, ഒരു ഗ്ലാസ് മാത്രമേ നമ്മൾ കാണുള്ളൂ. അത്രയും ചെറിയ ചെറിയ ലൈൻസ് ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ആ സ്ലിറ്റുകളാണ് ശരിക്കത്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, സ്ക്രീനിൽ പാറ്റേൺ കിട്ടും. അപ്പോൾ ഇത് EM റേഡിയേഷനാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെത് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ലൈറ്റിൻ്റെ ഇത് നമുക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് ലാബിലൊക്കെ ചെയ്യാം. ഇനി നമ്മൾ പറയുന്നത് അതുപോലെ നമ്മൾ ഇലക്ട്രോൺ കൊണ്ടൊരു ഡിഫ്രാക്ഷൻ നടത്തിയാലോ. ഇലക്ട്രോൺ വേവ് നേച്ചർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഇലക്ട്രോണും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ സാധാരണ ഒപ്റ്റിക്കൽ ഗ്രേറ്റിംഗ്, ലൈറ്റിനെ ഡിഫ്രാക്റ്റ് ചെയ്യുന്ന അത്തരം ഗ്രേറ്റിങ്സ് ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് ലൈറ്റല്ല. നമ്മുടെ സാധാരണ ലാബിലൊക്കെയുള്ള, നമ്മുടെ ഫിസിക്സ് ലാബിലൊക്കെ ഉള്ള ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റുമായിട്ടാണ് സെൻസിറ്റീവ് ആകുന്നത്. ഇൻഫ്രാറെഡും തോന്നും അതിൽ അതാവില്ല. കാരണം അതിൻ്റെ സ്പേസിങ്ങും ഇതെന്താവണം, കമ്പയറബിൾ ആവണം. അതിൻ്റെ സ്പേസിങ്ങും അതുപോലെ ആ വേവ് ലെങ്ത്തൊക്കെ കമ്പയറബിൾ ആയെങ്കിൽ അതുമായിട്ടുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിന് നമ്മൾ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ വേറെ തരം ഗ്രേറ്റിംഗ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത്തരം ഗ്രേറ്റിങ്സൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പണിയാണ്. അതുകൊണ്ട് തന്നെ അത്ര ചെറിയ സ്പേസിംഗ് ഉള്ള ഗ്രേറ്റിംഗൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പണിയാണ്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നിക്കൽ ക്രിസ്റ്റലാണ്. തിൻ നിക്കൽ ക്രിസ്റ്റൽ, ചെറിയ നിക്കൽ ക്രിസ്റ്റൽ, തിന്നായ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആറ്റങ്ങളുണ്ടാവും. ആറ്റങ്ങൾക്കിടയിൽ സ്പേസിങ് ഉണ്ടാവും. അപ്പോൾ ഈ സ്പേസിങ്ങും ഈ ആറ്റങ്ങളുള്ളത് എന്താവും, ഇതൊരു സ്ലിറ്റ് പോലെ ആയിരിക്കും. അപ്പോൾ ആ സ്ലിറ്റ് ഇലക്ട്രോണെ പോലത്തെ വസ്തുക്കളൊക്കെ ഇങ്ങനത്തെ ഡിഫ്രാക്ഷൻ നടക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അങ്ങനത്തെ ആ ഒരു ആറ്റങ്ങൾക്കിടയിലുള്ള സ്പേസിങ്. ഏതുപോലെ നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ നടത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, ക്രിസ്റ്റലുകൾക്കിടയിലൂടെ അതിനെ പാസ് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്, എക്സ്റേ ഡിഫ്രാക്റ്റ് ചെയ്തത്. എന്നതുപോലെ ഇവിടെ ഇലക്ട്രോണെ ഡിഫ്രാക്റ്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രിസ്റ്റലുകൾ ഉപയോഗിക്കണം. സാധാരണ ഒപ്റ്റിക്കൽ ഗ്രേറ്റിങ്ങൾ കൊണ്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ ഇലക്ട്രോണെ അത്തരം ഒരു നിക്കൽ ക്രിസ്റ്റലിൽ എന്ത് ചെയ്യുകയാണ്, തിൻ നിക്കൽ ക്രിസ്റ്റലാണ്. പിന്നെ ഹൈലി എനർജറ്റിക് ഇലക്ട്രോണാണ്. ഇലക്ട്രോണെ എങ്ങനെയാണ് നമ്മൾ എനർജറ്റിക് ആക്കുക, എങ്ങനെയാണ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുക, നമ്മളൊരു ആക്സിലറേറ്റിംഗ് വോൾട്ടേജിലൂടെ പാസ് ചെയ്താൽ മതി. അപ്പോൾ എന്താവും, നമ്മൾ ΔV എന്ന ആക്സിലറേറ്റിംഗ് വോൾട്ടേജിലൂടെ ഇലക്ട്രോൺ പാസ് ചെയ്താൽ അതിന് കിട്ടുന്ന അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര ആവും, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ΔU എന്തായിരിക്കും, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അപ്പോൾ നമ്മൾ എങ്ങനെ പറയുക, QV എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ ആണെങ്കിൽ ഇലക്ട്രോണിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നത്, ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ΔV ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് -E ആണ്. പിന്നെ ΔV ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്, അതായത് -E ΔV. മൈനസ് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ ചേഞ്ച് കുറയുന്നത് എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ΔU എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് നെഗറ്റീവ്. ഇതിവിടെ നെഗറ്റീവ് ആണല്ലോ, ഇലക്ട്രോണിൻ്റെ ചാർജ് ഇവിടെ കൊടുക്കുക, ΔV ഇവിടെ കൊടുക്കുമ്പോൾ ഇത് നെഗറ്റീവായിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ക്വാണ്ടിറ്റി കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയി കൈനറ്റിക് എനർജി കൂടണം. അത് നമ്മളിപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ പഠിച്ചത് അതൊരു കൺസർവേറ്റീവ് ആയൊരു കണ്ടീഷനാണ്. നമ്മൾ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടണം. അപ്പോൾ ഇലക്ട്രോണ് ΔV എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇത്ര കുറയും. അതിന് കറസ്പോണ്ടിങ് ആയി കൈനറ്റിക് എനർജി അപ്പോൾ എത്ര കൂടണം, അപ്പോൾ കൈനറ്റിക് എനർജി എത്ര കൂടണം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി E ΔV ആവണം. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഇലക്ട്രോണ് ΔV എന്ന ഇതിലൂടെ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി ഇത്ര കൂടിയിട്ടുണ്ടാവും. അപ്പോൾ റെസ്റ്റിൽ നിന്ന് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി 0യിൽ നിന്ന് ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോഴല്ലേ ചേഞ്ച് ഇത്ര ആവുള്ളൂ, 0യിൽ നിന്ന് ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും,
കിലോ വോൾട്ടിൻ്റെ ഓർഡറിലുള്ള ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു നമ്മളെന്ത് ചെയ്തു ഒരു 10 കിലോ വോൾട്ട് ആ റേഞ്ചിലൊക്കെ നമ്മൾ കൊടുത്തിട്ട് ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിന് എത്ര എനർജി കിട്ടും, എത്ര കൈനറ്റിക് എനർജി കിട്ടും? 0 റെസ്റ്റിൽ നിന്ന് ഇലക്ട്രോണിന് എത്ര ഇതിൽ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 10 kV. ഇതെന്താണ്? 10 കിലോ ഇലക്ട്രോൺ വോൾട്ടാണ്. നമ്മളിപ്പോൾ ഇതിനെ ഇലക്ട്രോണിൻ്റെ വാല്യൂ കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. 10 കിലോ ഇലക്ട്രോൺ വോൾട്ട് 10 keV. അപ്പോൾ ഇതിനെ ഇലക്ട്രോണിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു നമ്മൾ കെയെ 10⁻³ എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതെന്താവും 10 ജൂളിൽ കിട്ടും നമുക്ക്. അപ്പോൾ ജൂളിൽ നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇലക്ട്രോൺ വോൾട്ടിൽ ഇത് നല്ല സുഖമാണ്. എന്ത് ചെയ്താൽ മതി, വോൾട്ടിനെ നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ് കൂട്ടി ചെയ്ത് കണ്ട് ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതാം. അപ്പോൾ 10 കിലോ വോൾട്ടിൽ നമ്മൾ ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര കൈനറ്റിക് എനർജി കിട്ടും? 10 കിലോ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ആ ഒരു ഇതിൽ നമ്മൾ ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഈ നിക്കൽ ക്രിസ്റ്റലിലൂടെ, ഇത് നിക്കൽ ക്രിസ്റ്റലാണ്, നിക്കൽ ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്താൽ നിക്കൽ ക്രിസ്റ്റൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അത് ഇവിടെ ഡിഫ്രാക്ഷൻ നടന്നിട്ട് ഒരു പാറ്റേൺ കിട്ടും. ഇവിടെ കണ്ടില്ല, ഒരു സർക്കുലർ ആയിട്ടുള്ള ചില മാക്സിമകൾ മിനിമകൾ ഇങ്ങനെയൊക്കെ കിട്ടും. സെൻറ്ററിലൊരു മാക്സിമം, അതാ വലിയ വട്ടം, പിന്നെ ഇതൊക്കെ ഓരോ മാക്സിമകളാണ്. അപ്പോൾ ഇത് എക്സാക്ട്ലി കാണിക്കുന്നത് നമ്മുടെ ഇലക്ട്രോണ് ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് ഒബേ ചെയ്യുന്നു എന്നാണ്. അതായത് ഇലക്ട്രോണിന് ഒരു വേവ് നാച്ചർ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് 1926 ക്ലിൻറ്റൺ ഡാവിസൺ ആൻഡ് ലെസ്റ്റർ ജെർമർ എന്ന 2 ആളുകൾ ചേർന്ന് നടത്തിയ എക്സ്പെരിമെൻ്റാണ്. അതിനെ വിളിക്കുന്ന പേര് ഡാവിസൺ ജെർമർ എക്സ്പെരിമെൻ്റ് എന്നാണ്. അതിൽ നമ്മൾ ഒരു ഹീറ്റിംഗ് ഫിലമെൻറ്റിൽ നിന്ന് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളൊരു സ്ലിറ്റിലൂടെ പാസ് ചെയ്യും. എന്നിട്ട് നിക്കൽ ക്രിസ്റ്റലിൽ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യിക്കും. അപ്പോൾ നേരത്തെ കേസിൽ നിക്കൽ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലൂടെ ആയിരുന്നു ഇലക്ട്രോൺ പാസ് ചെയ്തത്. ഇവിടെ ഇലക്ട്രോൺ നമ്മൾ അത്ര എനർജി കൊടുക്കുന്നില്ല. ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുന്ന എനർജി എത്രയാണ്? ഇലക്ട്രോൺ വോൾട്ടുകളുള്ളൂ. അതായത് ഏകദേശം ഒരു 54 ഇലക്ട്രോൺ വോൾട്ട് ആ റേഞ്ചിലേക്കുള്ളൂ. നേരത്തെ നമ്മൾ 10 കിലോ ഇലക്ട്രോൺ വോൾട്ടൊക്കെ ആയിരുന്നു. അത് പറഞ്ഞാൽ എത്രയാണ്? 10,000 വോൾട്ടാണ് 10 കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. ഇവിടെ ഇലക്ട്രോൺ വോൾട്ടുകളേ ഉള്ളൂ, കിലോയിലേക്കൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവക്ക് ഈ നിക്കൽ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ എന്ത് ചെയ്യാം, പെനട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയില്ല. പകരം അത് എന്ത് ചെയ്യും, നിക്കൽ ക്രിസ്റ്റലിൻ്റെ സർഫസിൽ തട്ടി അതെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഡിഫ്രാക്ഷൻ നടക്കും, സ്കാറ്ററിങ് നടക്കും. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് ആണ്. ഡിഫ്രാക്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്പ്രെഡിങ് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ നിക്കൽ സർഫസിൽ തട്ടിയിട്ട് ഇങ്ങനെ സ്പ്രെഡാവും, പല ഡയറക്ഷനിൽ സ്പ്രെഡാവും. അപ്പോൾ നമ്മളിവിടെ ഡിറ്റക്ടർ വെച്ചിട്ട്, ഈ ഒരു മൂവബിളായ ഡിറ്റക്ടറാണ്. ഈ ഡിറ്റക്ടറിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാം, ഓരോ ഡയറക്ഷനിലുള്ള ഇൻറ്റൻസിറ്റി ഇങ്ങനെ മെഷർ ചെയ്യാം. അതാത് ഡയറക്ഷനിലെ ഇൻറ്റൻസിറ്റി നമ്മളെങ്ങനെ പറയാം? ഇവിടെ ഈ ഫൈ എന്നുള്ളത് ഈ ഇൻസിഡൻറ്റ് ബീമുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഒരു ഫൈ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രിയിൽ എത്രയാണ് ഇൻറ്റൻസിറ്റി, അത് ഈ ഡിറ്റക്ടർ മെഷർ ചെയ്യും. ഫൈ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയിൽ എത്രയാണ് ഇൻറ്റൻസിറ്റി, അത് ഈ ഡിറ്റക്ടർ മെഷർ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഓരോ ഇതിലും ഇൻറ്റൻസിറ്റി ഇങ്ങനെ മെഷർ ചെയ്യും. അങ്ങനെ അത് നമ്മളൊരു പ്ലോട്ടാക്കി വരച്ചു. അപ്പോൾ പ്ലോട്ടാക്കി വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതൊരു പോളാർ, നിങ്ങൾ ഡിഗ്രി മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. പോളാർ പ്ലോട്ടിൽ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഈ പോളാർ പ്ലോട്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓരോ ആംഗിള് ഈ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ ഈ പോളാർ പ്ലോട്ടുമായിട്ട് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഒരു പർട്ടിക്കുലർ ആംഗിൾ, ഉദാഹരണത്തിന് 20 ഡിഗ്രിയിൽ എത്രയാണ് ഇൻറ്റൻസിറ്റി, അത് ഈ സെൻട്രലിൽ നിന്നുള്ള റേഡിയസ് ആണ് ആ ഒരു മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുക. ഈ 30 ഡിഗ്രിയിൽ നിന്നുള്ള ഇൻറ്റൻസിറ്റി, ആ ഇൻറ്റൻസിറ്റിയുടെ അളവ് ഈ ഇതിമ കാണിക്കും. 30 ഡിഗ്രി ഈ ഒരു സെൻട്രലിൽ നിന്നുള്ള ദൂരമാണ് ഇവിടെ സാധാരണ നമ്മൾ വൈ ആക്സിസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഈ എക്സ് ആക്സിസിൽ നിന്നുള്ള ആംഗിളും പിന്നെ സെൻട്രലിൽ നിന്നുള്ള ദൂരവും. അപ്പോൾ നമുക്ക് 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ 45 ഡിഗ്രിയിൽ ഇൻറ്റൻസിറ്റി
30 അല്ല, നമ്മളിപ്പോൾ ഒരു പ്ലോട്ടിൽ 40 ഡിഗ്രിയിലൊരു നിശ്ചിത ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് നിശ്ചിത വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ 45 ഡിഗ്രി ഇവിടെ ആംഗിൾ എടുത്തിട്ട് ആ വാല്യൂ സെൻറ്ററിൽ നിന്ന് അത്ര ലോങ് ആയിട്ട് നമ്മൾ ഇതാക്കിയിടും. നിങ്ങൾ ഡിഗ്രിക്ക് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചില ഗ്രാഫിൽ ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഇതൊരു പോളാർ പ്ലോട്ടിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ XY ആക്സിസിൽ വരക്കുന്ന പോലെയല്ല. ഇവിടെ ഈ ആക്സിസിൽ നിന്നുള്ള ആംഗിളും അതുപോലെ സെൻട്രലിൽ നിന്നുള്ള ദൂരവും കൂടിയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു ഗ്രാഫിൽ കണ്ടാൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിങ്ങനെ കണ്ടില്ലേ, ചെറിയ ആംഗിൾ ഇങ്ങനെയാണ്, പിന്നെ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ പോകും. ആംഗിൾ കൂടുന്നതിനനുസരിച്ച് ആ വലിപ്പം ഇങ്ങനെ കൂടുന്നുണ്ടോ, ആംഗിൾ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടും. അങ്ങനെ ആംഗിൾ 50 ഡിഗ്രി ആകുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇത്രയാണ്. ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഇത്രയുള്ള ദൂരം, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇത്രയാണ്. അപ്പോൾ ഈ 50 ഡിഗ്രിയിലൊരു പീക്ക് വരും, പിന്നെ 50 ഡിഗ്രിയിൽ നിന്ന് കൂടുമ്പോൾ അതിങ്ങനെ ചെറുതാവും. ഈ സെൻറ്ററിൽ നിന്നുള്ള ദൂരം ചെറുതായി വരുന്നില്ല, ഇങ്ങനെ ചെറുതായി വരും, പിന്നെ ഇങ്ങനെ പിന്നെയും കൂടും. അങ്ങനെ 50 ഡിഗ്രിയിലൊരു വലിയ പീക്ക് കിട്ടുന്നുണ്ട്. 50 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പീക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇലക്ട്രോണിനെ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് ഇലക്ട്രോണിനെ എന്ത് ചെയ്തു, ക്രിസ്റ്റലിൽ തട്ടിയിട്ട് എന്ത് ചെയ്തു, ചെറിയ എനർജിയുള്ള ഇലക്ട്രോൺ ആയതുകൊണ്ട് പെനട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സർഫസിലെ ആറ്റങ്ങളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും, സ്കാറ്റർ ചെയ്യും. അപ്പോൾ സർഫസിൽ ഒരു റിഫ്ലക്ഷൻ ടൈപ്പ് സ്കാറ്ററിംഗ് ആണ് ഇവിടെ നടക്കുക. റിഫ്ലക്ഷൻ ടൈപ്പ് സ്കാറ്ററിംഗ് മുമ്പത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് എന്തായിരുന്നു, സാധാരണ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്കാറ്ററിങ്ങാണ്. ഇവിടെ റിഫ്ലക്ഷൻ ടൈപ്പ് ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആയിട്ടാണ് ഈ നിക്കൽ ക്രിസ്റ്റൽ ആക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ആംഗിളിലും അത് മെഷർ ചെയ്തു അതിനൊരു പ്ലോട്ട് വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ആ പ്ലോട്ടിലൊരു മാക്സിമം വരുന്നുണ്ട്. 50 ഡിഗ്രിയിൽ ഈ പ്ലോട്ടിലൊരു മാക്സിമം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത ഇലക്ട്രോണെ ആക്സിലറേറ്റ് ചെയ്ത് എത്ര വോൾട്ടിലാണ്, ഇലക്ട്രോണെ ആക്സിലറേറ്റ് ചെയ്തത് 54 വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അതിന് 54 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ടാവും. ആ എനർജിയിൽ വരച്ച പ്ലോട്ടാണിത്. ആ എനർജിയിൽ നമുക്കൊരു നിശ്ചിത ആംഗിളിൽ ഒരു പീക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പീക്ക് കിട്ടുന്നത് നമ്മളെന്ത് ചെയ്തു, പീക്ക് കിട്ടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അവർ പഠിച്ചു, ഡാവിസനും ജെർമറും പഠിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, അവരതിനൊരു എക്സ്പ്ലനേഷൻ തന്നത്, ഈ നിക്കൽ ക്രിസ്റ്റൽ നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാം. ഈ നിക്കൽ ക്രിസ്റ്റലിൽ ഇങ്ങനെ ഒരുപാട് സർഫസിലെ ആറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ സർഫസിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, കുറഞ്ഞ എനർജി അല്ലേ ഉള്ളൂ ഇലക്ട്രോണിന്. അപ്പോൾ അത് സർഫസിൽ തട്ടിയിട്ട് സ്കാറ്ററിങ് നടക്കും. ഈ ഒരു നിക്കൽ ക്രിസ്റ്റൽ ഒരു റിഫ്ലക്ഷൻ ടൈപ്പ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ആ ഡിറ്റക്ടറിൽ അതിനനുസരിച്ചുള്ള ഇൻറ്റൻസിറ്റി തരും. അപ്പോൾ ഇൻറ്റൻസിറ്റി മാക്സിമം ആവുന്ന സമയത്ത് ഈ ഡിഫ്രാക്ഷൻ്റെ പീക്കായിരിക്കും അവിടെ ഉണ്ടാവുക. 50 ഡിഗ്രിയിൽ ഒരു പീക്ക് ഉണ്ട് എന്നാണ് നമ്മുടെ ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. 50 ഡിഗ്രിയിൽ 50 ഡിഗ്രി ആംഗിളിൽ, അതായത് ഇതിങ്ങനെ നമ്മുടെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 50 ഡിഗ്രി 5 ഡിഗ്രി ആവുന്ന സമയത്ത് ഒരു മാക്സിമം ഒരു വലിയൊരു ഇൻറ്റൻസിറ്റി കിട്ടുന്നുണ്ട്. അതായത് അവിടെ ഒരു ഡിഫ്രാക്ഷൻ്റെ ഒരു മാക്സിമം അവിടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന സമയത്ത്, റിഫ്ലക്ഷൻ ടൈപ്പ് സ്കാറ്ററിങ് നടന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു റിഫ്ലക്ഷൻ ടൈപ്പ് സ്കാറ്ററിങ്ങിൻ്റെ ഫോർമുല അത് ഒബേ ചെയ്യണം. അതിൻ്റെ ഫോർമുല എന്താണ്, ഡി സൈൻ തീറ്റ. ഇവിടെ ആറ്റങ്ങൾ തമ്മിലുള്ള സ്പേസിങ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് അടുത്തടുത്ത ആറ്റങ്ങളിൽ നിന്ന് വരുന്ന 2 ബീമുകൾ തമ്മിലുണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും രണ്ടും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഡി സൈൻ തീറ്റ ആയിരിക്കും. അതൊക്കെ ഡിഫ്രാക്ഷൻ്റെ ഇതിൽ പറയുന്നതാണ്. ഡി സൈൻ തീറ്റ ആയിരിക്കും. ആ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് തരണമെങ്കിൽ ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താവണം, എൻ ലാംഡ ആവണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡാവിസൻ ജെർമർ എക്സ്പെരിമെൻറ്റിൽ എന്ത് ചെയ്തു, ഈ 50 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്നിരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ ആവണം. ഇവിടെ ഇപ്പോൾ സൈൻ തീറ്റൻ്റെ സ്ഥാനത്ത് നമ്മളെന്താണ്, ഇവിടെ ഫൈ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് ഫൈ ആണ്. അതായത് ഈ ബീമിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ
ആംഗിൾ എന്താവണം, ആ ആംഗിളിനനുസരിച്ച് എന്താവണം, ഡി സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്ന് എഴുതാൻ പറ്റണം. അതായത് ഈ ആംഗിൾ നമ്മളിപ്പോൾ സ്ക്രീൻ പെടുകയാണെങ്കിൽ ആ സ്ക്രീനിൽ ഒരു നമ്മുടെ ഡിറ്റക്ടറിൻ്റെ ആംഗിളല്ലേ ഈ ഫൈ എന്ന് പറഞ്ഞാൽ, ഡിറ്റക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇത് സ്ക്രീനിൻ്റെ സ്ഥാനത്ത് ഡിഫ്രാക്ഷനിൽ നമ്മൾ സ്ക്രീനാണ് ഉണ്ടാവുക, ഇവിടെ സ്ക്രീനിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഡിറ്റക്ടറാണ്. അപ്പോൾ ഈ ഡിറ്റക്ടർ ഈ ഒരു പൊസിഷനിൽ വെക്കുമ്പോൾ ഈ ആംഗിൾ ഫൈ അവിടെ ഡി സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എൻ ലാംഡ ആകുമ്പോഴാണ് ഇവിടെ നമുക്കിത് കിട്ടുക. ഇങ്ങോട്ട് പോകുമ്പോൾ എൻ ലാംഡ ആ ഒരു പോയിന്റ് മാറി, ഫൈ മാറി. അപ്പോൾ എൻ ലാംഡ പിന്നെ അടുത്ത പീക്ക് കിട്ടണമെങ്കിൽ പിന്നെ അടുത്ത ഇതിലാണ് കിട്ടുക. അപ്പോൾ അവർ പറഞ്ഞു ഡി സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ അത് ആ ഒരു 50 ഡിഗ്രി എന്ന പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ നിക്കൽ ക്രിസ്റ്റലുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിക്കൽ ക്രിസ്റ്റലിൻ്റെ ഡീൻ്റെ വാല്യൂ, അറ്റോമിക് സ്പേസിങ്ങിൻ്റെ വാല്യൂ എത്രയാണ്? 0.215 നാനോമീറ്ററാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് പീക്കാണ് അവർക്ക് കിട്ടിയത്, ഫൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഫസ്റ്റ് പീക്കിന് n ഈക്വൽ ടു 1, ഫൈ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ ഇതെല്ലാം കൂടി കൊടുക്കുകയാണെങ്കിൽ ഡി സൈൻ ഫൈൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലാംഡ കണ്ടെത്താം. ലാംഡ ഓഫ് ദ കറസ്പോണ്ടിങ് ആ ഒരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് കറസ്പോണ്ടിങ് ആയ ലാംഡ ഇങ്ങനെ കണ്ടെത്താം, ഡി സൈൻ ഫൈ ബൈ n. ആ വാല്യൂസ് കൊടുക്കുമ്പോൾ 0.165 നാനോമീറ്റർ എന്ന് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിൽ നിന്ന് ലാംഡയുടെ വാല്യൂ ഇത്രയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഒന്ന് കണ്ടു നോക്കാം. ആ ഒരു 54 ഇലക്ട്രോൺ വോൾട്ടിൽ അത് നമ്മൾ ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണല്ലോ. അപ്പോൾ 54 വോൾട്ടിൽ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്താൽ അതിനുണ്ടാകുന്ന കൈനറ്റിക് എനർജി എന്തായിരിക്കും? 54 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m, p ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു √2m ഇൻറ്റു കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു h/p ഈസ് ഈക്വൽ ടു ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ മേലെ അടിയിൽ c കൊണ്ട് ഗുണിച്ചാൽ അപ്പോൾ ഒരു c അടിയിൽ വരും. സീനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ c² ആകും. റൂട്ടിൻ്റെ ഉള്ളിലല്ലേ, പുറത്തെടുക്കുമ്പോൾ വീണ്ടും c ആവണ്ടേ, അങ്ങനെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ c² ആവണം. അപ്പോൾ hc/2mc² ഇൻറ്റു കൈനറ്റിക് എനർജി. HCയുടെ വാല്യൂ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, 1.24 ഇൻറ്റു 10⁻⁻⁶ ഇലക്ട്രോൺ വോൾട്ട് മീറ്റർ. ആ വാല്യൂ ഇവിടെ കൊടുക്കുക. പിന്നെ mc² ഫോർ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 0.511 ഇലക്ട്രോൺ മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഓർ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അത് ഇവിടെ കൊടുക്കുക. മെഗാ എന്നുള്ളതിന് പകരം 10⁻⁶ എന്ന് ഇവിടെ കൊടുത്തത്. പിന്നെ കൈനറ്റിക് എനർജി ഓഫ് ദ ഗിവൺ ഇലക്ട്രോൺ അത് 54 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എല്ലാം ഇവിടെ ഇലക്ട്രോൺ വോൾട്ടിലാണ് കൊടുത്തത്. SI യൂണിറ്റിലാണെങ്കിൽ കൂടുതൽ കോംപ്ലക്സ് ആവും, നമുക്ക് എളുപ്പം ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ വാല്യൂ 0.167 നാനോമീറ്റർ കിട്ടും. അതായത് നമ്മൾ ഡി ബ്രോഗ്ലി നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിലെ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത്ത്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്ത് കണ്ടെത്തുമ്പോൾ 0.167 നാനോമീറ്ററാണ്. അപ്പോൾ ഇതൊരു സർപ്രൈസിങ് റിസൾട്ടാണ്. കാരണം നമ്മളിപ്പോൾ ലാംഡ നമ്മുടെ ഡിഫ്രാക്ഷൻ കണ്ടീഷനിൽ നിന്ന് ലാംഡ കണ്ടെത്തിയപ്പോൾ 0.165 ആണ്, ഇവിടെ 0.167. ഇത് രണ്ടും വളരെ അടുത്ത വാല്യൂ ആണ്. 0.165 നാനോമീറ്റർ, ഇവിടെ 0.167 നാനോമീറ്റർ. രണ്ടും വളരെ അടുത്ത വാല്യൂ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്ത് നമ്മൾ പ്രപ്പോസ് ചെയ്തത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എക്സ്പെരിമെൻ്റൽ വാല്യൂമായിട്ട് ഏറെ ചേർന്ന് വരുന്നുണ്ട്. എക്സ്പെരിമെൻറ്റ് നമ്മൾ വേവ് നാച്ചർ അസ്യൂം ചെയ്തിട്ട് കൊണ്ട് നമ്മൾ ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത്ത് കണ്ടെത്തിയപ്പോൾ 0.165 കിട്ടിയത്. തിയററ്റിക്കൽ വാല്യൂ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്ത് നിന്ന് കണ്ടെത്തിയപ്പോൾ 0.167. രണ്ടും എക്സ്പെരിമെൻ്റലി വളരെ മാച്ച് ആവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ് ട്രൂ ആണെന്നാണ്. ഇലക്ട്രോണിൻ്റെ കേസിൽ അത് ട്രൂ ആയി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പാർട്ടിക്കിൾസിന് വേവ് നാച്ചർ ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇനി ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? പിന്നെ പറയാനുള്ളത് 1937 ഈ ഡാവിസൺ ജർമ്മൻ എക്സ്പെരിമെൻറ്റിന് നോബൽ പ്രൈസ് ലഭിച്ചു. GP തോംസൺ എന്ന സയൻറ്റിസ്റ്റിൻ്റെ കൂടെ ഡാവിസൺ എന്ത് ചെയ്തു? നോബൽ പ്രൈസ് ഷെയർ ചെയ്തു. രണ്ടുപേർക്കും കൂടി കിട്ടിയത്. അപ്പോൾ ഈ ഒരു വർക്കിനാണ് കിട്ടിയത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഹെവി പാർട്ടിക്കിൾ, ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്ത് ചെയ്തു? പ്രോട്ടോണിൻ്റെ കേസിലുള്ള ഇത് എന്ത് ചെയ്തു? ഇങ്ങനത്തെ സ്കാറ്ററിങ് ഡിഫ്രാക്ഷൻ നടത്തി. അപ്പോൾ പ്രോട്ടോൺ ആവുന്ന സമയത്ത് ആറ്റവും സ്കാറ്ററിങ് ചെയ്യേണ്ട ആറ്റവും മാറും. അപ്പോൾ
ഇവിടെ ഓക്സിജൻ ന്യൂക്ലിയുമായിട്ടാണ് എന്ത് ചെയ്തത്, സ്കാറ്ററിങ് നടത്തിയത് പ്രോട്ടോണിനെ, ആക്സിലറേറ്റഡ് പ്രോട്ടോണിനെ 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്സിലറേറ്റ് ചെയ്തു. അതെങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുക? ഡെൽറ്റ വി എന്ത് കൊടുക്കണം? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 1 ജിഗാ വോൾട്ട് കൊടുത്താൽ മതി. 1 ജിഗാ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 10⁻12 സോറി 10⁻12 അല്ല, 10⁻9 10⁻9 വിളിക്കുന്ന പേരാണെന്ത്? ജിഗ. കിലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആയ സമയത്ത് 10⁻3 ആയിരുന്നു, അതായത് കിലോ ആയിരുന്നു, കിലോ വോൾട്ട് 10⁻3 വോൾട്ട്. ഡാവിസൺ ജർമ്മറിൽ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ അവിടെ റിഫ്ലക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ പ്രോട്ടോൺ ആയതുകൊണ്ട് പ്രോട്ടോണിൻ്റെ മാസ് കൂടുതലാണല്ലോ. അപ്പോൾ ഒരു നോട്ടബിളായ ഇത് കിട്ടണമെങ്കിൽ മൊമെൻറ്റം വളരെ ലാംഡ എന്താവണം? ലാംഡ ഈക്വൽ h/p അല്ലേ. അപ്പോൾ പി വലുതാക്കണമെങ്കിൽ സോറി നമുക്ക് വേവ് നേച്ചർ ഒബ്സർവ് ചെയ്യണമെങ്കിൽ പാർട്ടിക്കിളിൻ്റെ, നമ്മുടെ ഏത് പാർട്ടിക്കിളാണ് ഡീൽ ചെയ്യുന്നത് അതിൻ്റെ സൈസിൻ്റെ ഒക്കെ ഓർഡറിലുള്ള എന്ത് വേണം? വേവ് ലെങ്ത് കിട്ടണം. അപ്പോൾ പ്രോട്ടോണിൻ്റെ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത് പ്രോട്ടോണിൻ്റെ സൈസ് എന്താണ്? 10⁻15 മീറ്റർ ആ റേഞ്ചിലാണ്. അപ്പോൾ ഈ റേഞ്ചിൽ നമുക്ക് വേവ് ലെങ്ത് കിട്ടണം, ലാംഡ ഈക്വൽ h/p കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി 1 ജിഗാ വോൾട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് കിട്ടുന്ന എനർജി, കൈനറ്റിക് എനർജി എന്തായിരിക്കും? 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡെൽറ്റ വി. അപ്പോൾ 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സമയത്തുള്ള ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുക. അതായത് ഇതൊരു ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഇൻറ്റൻസിറ്റി പോലെ തന്നെ, ഒരു പീക്ക്, പിന്നെ ഒരു മിനിമം, പിന്നെ മാക്സിമം, പിന്നെ മിനിമം. അപ്പോൾ ഇതൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ പോലെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രോട്ടോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കണ്ടീഷൻ നമ്മുടെ ഡിഫ്രാക്ഷൻ ഒബേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രോണിൻ്റെ കേസിലും ന്യൂട്രോണിനെ 0.1 നാനോമീറ്ററിലേക്ക് എന്ത് ചെയ്തു? ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിഫ്രാക്ഷൻ ഒബേ ചെയ്യുന്നു, ഡിഫ്രാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മൈക്രോസ്കോപ്പിക് ആയ ഒബ്ജക്റ്റുകളിലൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ പാർട്ടിക്കിളുകൾക്ക് വേവ് നേച്ചർ ഉണ്ട് എന്നാണ്.